അപ്പൊ ഇതാണ് കേട്ടോ മംഗളാരത്തെ. ഇതൊക്കെ ഓരോ ഭാഗങ്ങളാണ് MRPL-ന്റെ. ഇതെല്ലാം ഡീസല്, പെട്രോള്, അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ ആവുന്ന സ്ഥലം കേട്ടോ ഇത്. ഇത് നമ്മുടെ മെയിൻ ഹൈവേ. അവിടെ NH66 കേരള ടു ബോംബെ, ഗോവ, കന്യാകുമാരി ആ റോഡാട്ടോ ഇത്. അപ്പൊ നമുക്ക് ഇതിലെ ഇത് വൈക്കമ്പേടെ സ്ഥലം, വൈക്കമ്പേട്. അപ്പൊ നമുക്ക് ഇതിലെ വരുമ്പോ ഫുള്ള് കാണാൻ പറ്റുന്ന മൊത്തം ഈ MRPL-ന്റെ ഭാഗങ്ങളത്. ഇതെന്നതാ മാംഗ്ലൂർ. ഇത് കെമിക്കൽ, ഇത് MCF കെമിക്കൽ, അതിന് സംബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ കെമിക്കലും കാര്യങ്ങളൊക്കെ ആണ്. അതിന്റെ ഒരു വലിയൊരു ഫാക്ടറി അത്. കെമിക്കല് എനിക്കൊന്ന് ഈ വളവും കാര്യങ്ങളൊക്കെയാന്ന് കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് ഹൈവേ ആണ്, നമ്മുടെ മെയിൻ ഹൈവേ. ഇത് ന്യൂ മാംഗ്ലൂർ പോർട്ട് അതോറിറ്റി. ഇത് ന്യൂ മാംഗ്ലൂർ പോർട്ട് അതോറിറ്റിയുടെ കേട്ടോ. അങ്ങോട്ടൊന്നും നമ്മളെ കേട്ടത്തില്ല. ഇതാട്ടത് ന്യൂ മാംഗ്ലൂർ പോർട്ട് അതോറിറ്റിയുടെ ഒരു ഇതാ. അങ്ങോട്ടൊന്നും നമ്മളെ കയറ്റത്തില്ല, അതിന് പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങോട്ടൊന്നും കയറാൻ. അങ്ങോട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട് നമുക്ക്. ഒരുപാട് വണ്ടികള്, എല്ലാം കണ്ടെയ്നർ കൊണ്ടുവന്ന വണ്ടികളുണ്ട്. ഒരുപാട് കൊണ്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ലോഡാവാനായിരിക്കും. ഇതെന്നാ വണ്ടിയാ? ഇതൊരു കേരള വണ്ടി കേട്ടോ. എന്താ പറയുക, ചായ വെച്ച് കുടിക്കാര്. അതെ, ചില ഗാഡി വർക്കുണ്ട്. പേര് വേറെ ഗാഡികൾ. നമ്മളിവിടുന്ന് റോട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ. ഗാഡി സ്റ്റാർട്ടാപ്പ് ചെയ്യാം. നമ്മ പോയി ഇതൊക്കെ ഓരോ പൈപ്പ് ലൈൻ പോയിരിക്കുന്നു കേട്ടോ. പൈപ്പ് ലൈൻ പോയിരിക്കുന്നത് എന്നാത്തിനാന്ന് അറിയത്തില്ല. ഏകദേശം വല്ല ഡീസലിന്റെ പെട്രോളിന്റെയോ മൊത്തം പൈപ്പ് പോയിരിക്കുന്നത്. ഒരു ഫാക്ടറി കേട്ടോ, ഒരു വലിയൊരു കമ്പനിയാണ്. പുഴ കേട്ടോ. ഈ അങ്ങോട്ട് കാണുന്ന ഈ റോഡിനപ്പുറം മൊത്തം പുഴയാ. ആ കാണുന്നല്ല, അത് വലിയ പുഴ നമ്മുടെ. മൊത്തം ടാങ്കറും ലോറികളിലെ കളി കേട്ടോ. ടാങ്കർ, ട്രെയിലർ, അത് ഇത്, അത് മൊത്തം പുഴയാണ്. അത് മൊത്തം പുഴ. ഇതൊക്കെ എന്തുവാ, ഇത് റോഡാണോ വേറെ വന്നത്? ഇപ്പൊ ഇതിലെ
എന്റെ പൊന്നെ ഇത് നെട്ടെ പോയില്ലേ അത് ഇതൊരു റോഡാന്നാ പറഞ്ഞ കേട്ടാ. കണ്ടിട്ട് അപ്പുറത്തെ പുഴ ഇപ്പുറത്തോട് ഒഴുകുന്ന പോലെ ഉണ്ട്. ഇത് ലോറി പോന്ന ലോറിക്കാർക്ക് ഇനി ഇതൊക്കെ മതി. നമ്മുടെ ഈ ചെറിയൊരു സാധനം ഇതിലേ കൊണ്ടു ആയിട്ടേ പോലെ പോയി. എന്തോ റോഡാട്ടത്, ഇത്രയും വലിയൊരു പോയി വെള്ളമായണ്ടേ എവിടെ കുഴിന്ന് മനസ്സിലാവുന്നില്ല. ആയിട്ടേ പോയി അല്ലേ. മുത്തലേം പോപ്പേ അമ്പലേ പോലെ. എന്റെ പൊന്നെ ഒരു റോഡിന്റെ അവസ്ഥ കേട്ടോ. നാനാ പോയി. വലിയൊരു അയ്യോ ഇതില് പോകുന്ന കൂടുതൽ ലോറിക്കാരാട്ടോ. അവർക്ക് ഇനി റോഡൊക്കെ മതി. ലോറിക്ക് ഒരു കാറ് വരുന്നുണ്ടോ? കാറ് ഇനിയിപ്പോ അതിലെ വലിയ വലിയ കമ്പനികളുള്ള സ്ഥലം കേട്ടോ ഇവിടെ. എന്നിട്ട് ഒരു റോഡൊന്നും അവർക്ക് ഇവിടുന്നൊക്കെ ലോറികൾ വന്നത് എല്ലാം കണ്ടെയ്നറുകളാണ്. ഫുള്ള് കണ്ടെയ്നറുകൾ. പാവം കാറുകാരൻ വളരെ കഷ്ടപ്പെട്ട് പൊന്നെ. ഇത് നമ്മുടെ ഒരു വണ്ടിയാണല്ലോ. ഇത് എന്തോ പഞ്ചറാപ്പന മഹേന്ദ്ര ഉപേക്ഷിച്ചിരിക്കുന്ന വണ്ടിയാണ്. ഉപേക്ഷിച്ചതാ. പൊട്ടിയതും ചളുങ്ങിയതുമായ കുറെ വണ്ടികൾ ഇതിനകത്തുണ്ട്. ആ കാണുന്നെല്ലാം കണ്ടെയ്നറാ. ഇതൊരു ഇതാണല്ലോ. ഇതൊരു പത്താഞ്ചേരി ഫുഡ്സ് ലിമിറ്റഡ്. ഇതിന് പത്താഞ്ചേരിയുടെ ഫാക്ടറി അത്. ഇത് ബസ് ചെയ്താ പോയി വീട്ടാണ് പറവല്ലിക്ക് പിള്ളേട് മോളത്ത് ഇവിടൊക്കെ ലോറിക്കാരിങ്ങനെ നിന്നേക്കുക. അവർക്കെല്ലാം ലോഡാവണം. ഇവർ ഓരോരോ ലോഡ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന. ഇവിടെ എല്ലാം ഈ സൈഡ് ഫുള്ള് കണ്ടെയ്നറാണ്. ഫുള്ള് കണ്ടെയ്നർ. അടിക്കടിക്ക് വെച്ചേക്കോ. ബിസ്ക്കറ്റ് വെച്ചിരിക്കുന്നല്ലേ കണ്ടെയ്നർ വെച്ചിരിക്കുന്നത്. എന്താ അല്ല മീൻ പിടിക്കുന്നു അവിടെ ഉള്ള വെള്ളത്തിൽ. ഫുള്ള് കണ്ടെയ്നർ APL. പന്നാകത്ത് 15 കരയുണ്ട്. ടർപ്പാളും കാര്യങ്ങളൊക്കെ ഇല്ല. ടർപ്പാളാട്ടോ വണ്ടിക്ക് ആവശ്യമായ കാര്യങ്ങൾ. അത് മടക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. വലിയൊരു കമ്പനിയാണ്. ഒരു വലിയൊരു കമ്പനി കേട്ടോ.
എന്താന്നൊരു പിടിയില്ല. ഇങ്ങോട്ടൊക്കെ കാലി സ്ഥലങ്ങളാട്ടോ, കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങള്. ഒരാവശ്യം ഇപ്പം നമ്മളിനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവിടെ ഇനി ഈ കാണുന്ന കാടൊക്കെ വെട്ടി ഇവിടെ മൊത്തം ബിൽഡിംഗ് ആയിരിക്കും. ಹೊಸത്തിന്റെ ಅಡ್ಡೆ ಇದು ಮಾರ್ಗ ಕರೆಕ್ಟ್ ತೂಲ್ಲ ಮಾರ್ಗ ಅಂಡ ಒಂದು ಲೋರಿ ದಯ ಬರಂದುಳ್ಳ ಬೇರೆ ಮಂಗ ಮತ್ತದ ಪಾಪ വീഡിയോ കൊണ്ടിട്ടുണ്ട്. എന്തുവാ ഇവിടെ ഒരു വലിയൊരു കുഴിയായിരുന്നു കേട്ടോ. ലോറിക്കാരൻ എങ്ങനെ വന്നു നമുക്കിന്റെ സൈഡിലെവിടെ ആയിട്ട് പോകും, നമ്മായിട്ട് പോകും. നമുക്ക് സൈഡിലെവിടെയെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടി നമുക്ക് പോവാം. നമ്മ പോയി കുളം. അടുത്ത കുളം റോട്ടിൽ തന്നെ കേട്ടോ കുളമൊക്കെ ഉള്ളത്. ഗോകുൽ പുതിയതായിട്ട് എന്താ ഇവിടെ ആകുന്ന പ്രീമിയം. അവിടെ ഒരു വലിയൊരു ബിൽഡിങ് ആവുന്നുണ്ട് കേട്ടോ. സാധാരണ കല്ലായി പോകും. എവിടെ നോക്കിയാലും കണ്ടെയ്നറുകൾ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാട്ടോ ഫുള്ള്. ഇവിടെ ഫുള്ള് ഈ സൈഡിൽ ഫുള്ള് കണ്ടെയ്നറുകൾ. ദൂരം നോക്കി കാണിച്ചു. ഇത് നമ്മുടെ ജോക്കട്ടെ ജംഗ്ഷൻ ആട്ടോ. നമ്മളിപ്പോ ഇത് ജോക്കട്ടെ എന്ന് പറയും. ജോക്കട്ടയിലെ റെയിൽവേ ക്രോസ്. ഹെൽമെറ്റ് ഉണ്ട് താലാപ്പൂജി പോയി. ഇത് ജോക്കട്ടെ ജംഗ്ഷൻ. അതൊക്കെ പൈപ്പുകൾ ലോഡാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. അതൊക്കെ പൈപ്പുകൾ കൊണ്ടുവന്ന ലോറികളാണ്. പുള്ളി ശരിയാണ് അപ്പൊ കുറെ ഉണ്ട് കേട്ടോ. എല്ലാം പൈപ്പുകൾ. ട്രെയിൻ ഉപയോഗിച്ച് ലോഡാക്കി കൊണ്ടുപോകുന്ന പരിപാടി. ലോഡാക്കി വെച്ചേക്കാം. ഇതൊക്കെ കാണുന്ന മൊത്തം MRP ഭാഗമാട്ടോ. ഇതിങ്ങനെ കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമുക്ക് ഇതിന്റെ അകത്തൊന്നും കയറി ഇത് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെ പെർമിഷൻ കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അതിന്റെ അകത്ത് പോയി കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ടെന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ കിടക്കുന്നുണ്ട് കണക്കിന് സ്ഥലങ്ങളാണ്. നമ്മുടെ മംഗലാപുരം MRPL മംഗലാപുരത്തിന്റെ ഹൃദയഭാഗമാണ്. ഇവിടെ
റോഡ് സെറ്റപ്പ് റോഡ്, അടിപൊളി റോഡാക്കി. റൈറ്റ് പോയി ബാംഗ്ലൂർ റൈറ്റ് റൈറ്റ് തേക്ക് തിരുവേടൊക്കെ സുരത്തല് അതിന്റെ ഈ റോഡ് നേരെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ സുരത്കല്ല് പോകും. അവിടെ ഒരു സ്ഥലത്ത് തുരങ്കാക്കിയ സ്ഥലമുണ്ട്, അത് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് തന്നെ കാണിച്ചു തരാതെ. വലിയ തുരങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തുരങ്കം. അത് അതിന്റെ ആ പണി നടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് ഞങ്ങളന്നേരം ഞങ്ങളുടെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടെ കാണുന്നില്ലല്ലോ, അങ്ങോട്ടൊന്ന് കയറ്റി എടുത്തിട്ട് വലിയ തുരങ്കം. അത് ഈ പാറ തുരന്നിട്ട് അത് കാണുന്നില്ലല്ലോ ഇവിടുന്ന്. അവിടുന്ന് കാണത്തില്ല അത്. മൊത്തം ഇവിടെ കാടായുണ്ട്. നമുക്കത് കാണാൻ ഇച്ചിരി മേളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ വലിയൊരു തുരങ്കാക്കിണ്ട്. ആ തുരങ്കത്തിന്റെ ഈ പാറ തുളച്ചിട്ട് പാറ പൊട്ടിച്ചിട്ട് അത് ഈ കാണുന്ന പാറയുണ്ടല്ലോ, ഇതൊക്കെ ആ തുരങ്കത്തിന്റെ ഭാഗമായിട്ട് അകത്തുനിന്ന് എടുത്തതാ. ഏകദേശം അവിടെയായിട്ട് വരും ആ തുരങ്കം. ഇതിന്റെ പണി നടക്കുന്ന സമയത്ത് ഞങ്ങളും ഉണ്ടായിരുന്നു ഇതിന്റെ അത് പണിക്ക്. ഞങ്ങൾ അന്നേരം ഞങ്ങളുടെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ഒപ്പന്നെ വലിയ തുരങ്കം കേട്ടോ. തുരങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നൊക്കെ ഇപ്പം ആ തുരങ്കത്തിന്റെ മേളാന്ന് എനിക്ക് തോന്നുന്നത്. അത് ഈ ഡീസലും പെട്രോളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അതിനകത്ത് ആ തുരങ്കാക്കിയിട്ട് ആ തുരങ്കത്തിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന പറഞ്ഞത്. തുരങ്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ തുരങ്കം അത്. അപ്പൊ ഈ റോഡ് നേരെ സുരത്കല്ല് പോകുന്ന റോഡായത്. ഈ റോഡ് നമ്മൾ നേരെ പോകണമെങ്കിൽ സുരത്കല്ല് പോകും. ഇതിപ്പോ ഇവിടുന്ന് നമ്മളിങ്ങനെ വന്നത്. ഇതിന്റെ ഒക്കെ ഫുള്ള് MRP യിലോട്ടെ, ഇങ്ങോട്ടും എല്ലാം